ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാലക്കറിയാണ്. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉടനെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 75 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കരുത് കേട്ടോ. മസാലക്കറി എന്ന് പറയുമ്പോൾ പുളി ചേർക്കാതെയാണ് നമ്മൾ മസാലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് കുക്കായി കഴിഞ്ഞിട്ട് വേണം ചെമ്മീൻ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കുക്കറിലും കുക്ക് ചെയ്യാം കേട്ടോ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് മൺചട്ടിയിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഒരുപാട് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഒരു 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 3 ഗ്രാമ്പു, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുക്കാം കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ചേർക്കാതെയും വറുക്കാം, വെളിച്ചെണ്ണ ചേർത്തിട്ടും വറുക്കാം. തേങ്ങയുടെ കളറ് വല്ലാതെ ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികൾ ചേർക്കാം. ഞാനപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിരുന്നു കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഉരുളക്കിഴങ്ങിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ മസാലക്കറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മസാലകളുടെ ടേസ്റ്റാണ് വരേണ്ടത്. അപ്പോൾ പൊടികളൊന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർക്കുക, വലിയ ജീരകം. ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂട് മാറി വരുമ്പോൾ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടില്ല, ഉരുളക്കിഴങ്ങൊന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മസാലയുടെ ചൂടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെമ്മീനാണ്. ചെമ്മീനും കൂടി ചേർത്തിട്ട് ഇനി ചെമ്മീൻ ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഒരു 5 മിനിറ്റിൽ കൂടുതൽ, നമ്മുടെ കയ്യിലുള്ള ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം എടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ ഒരുപാട് ഹാർഡായി പോവില്ല, ആവശ്യത്തിന് കുക്കാവുകയും ചെയ്യും. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇനി വെള്ളം ചേർക്കില്ല കേട്ടോ. വെള്ളം വറ്റിയെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളത്തിൽ തന്നെ കുക്കായി വരട്ടെ. അപ്പോൾ ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല, ഇതൊന്ന് കുക്കായി കഴിയട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. പിന്നീട് ചേർക്കുകയാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു അരപ്പിൽ തന്നെ കിടന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങും ചെമ്മീനും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ട് കുറേ ഗ്രേവി ആയിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിൽ എടുക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചേർക്കുന്ന കാര്യം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല.
ഒരു 2 പിഞ്ച് ഗരം മസാലപ്പൊടി. ഇത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും. ലാസ്റ്റ് ചേർക്കുമ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവിടുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു കറിയിൽ നിങ്ങൾക്ക് ഒരു സവോള ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള ചേർക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സവോള വഴറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി തിളച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും കറി. നമുക്കിനി വറവിടാനുള്ള പാൻ വയ്ക്കാം. കറി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വറവിടാനുള്ള പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ചൂടോടുകൂടി ഈ ഒരു കറി ഉപയോഗിക്കരുത്. ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. അപ്പോഴാണ് ആ ഉരുളക്കിഴങ്ങിൻ്റെയും ചെമ്മീൻ്റെയും ഒക്കെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.